സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് മനുഷ്യരിങ്ങനെ അവരുടെ മനസ്സിൽ അറിഞ്ഞും അറിയാതെയും ചിന്തിക്കുന്നൊരു കാര്യം, എനിക്കാരുമില്ല, ഞാൻ ആരുടേതുമല്ല എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇന്ന് ധാരാളമായി മനുഷ്യ മനസ്സുകളിൽ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. പലപ്പോഴും അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ചിലപ്പോഴൊക്കെ പ്രിയപ്പെട്ടവരുടെ അകാലത്തിലുള്ള വേർപാടായിരിക്കാം, അല്ലെങ്കിൽ പക്ഷേ കുടുംബത്തിലേക്ക് വന്നു കയറുന്ന ചില ആകസ്മികമായിട്ടുള്ള ചില രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം. അങ്ങനെ പലതുകൊണ്ടും മനുഷ്യനിലുണ്ടാകേണ്ട ആ സെൻസ് ഓഫ് സെക്യൂരിറ്റി, ആ സുരക്ഷിത ബോധം ഇന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, എന്നും നിങ്ങളോടുകൂടി ആയിരിക്കാനായി സഹായകനായി പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ ഹെൽപ്ലെസ് ആണെന്നും ചിലപ്പോഴൊക്കെ ഹോപ്പ്ലെസ് ആണെന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം അവസരം ഉണ്ടാകും. വിശ്വാസ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം, ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി നമ്മുടെ ജീവിതത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും നമുക്ക് സഹായകനായിട്ടുണ്ടായിരിക്കുമെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാവുന്നതും അതുപോലെ തന്നെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രഖ്യാപിക്കാവുന്നതുമായ ഒരു വലിയ ബോധ്യമായിരിക്കും. ജീവിതയാത്രയിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അനുദിന ജീവിതയാത്രകൾ മുൻപോട്ട് പോകുന്നത്. മാലാഖ മറിയത്തോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയും, അപ്പോൾ നീ ശക്തി പ്രാപിക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഒരു പവർ എന്നതിനേക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ശക്തിയായിട്ട് വരുന്നത് ആ വ്യക്തി നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ്. ഈശോ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങൾ ആയിരിക്കുകയും ചെയ്യും. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് ആവർത്തിച്ച് പറയുന്നൊരു കാര്യം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നമ്മോടൊത്ത് വസിക്കുന്ന, എല്ലായ്പ്പോഴും എല്ലാ സമയങ്ങളിലും നമ്മെ നയിക്കുന്ന, നിയന്ത്രിക്കുന്ന, നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ, ജീവിത പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കുന്ന വരുമ്പോൾ, പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ, എന്നെ സഹായിക്കണമേ, എൻ്റെ ജീവിത വഴികളിൽ എന്നോടൊപ്പം സഞ്ചരിക്കണമേ, കൂടെ ഉണ്ടായിരിക്കണം, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവിതയാത്ര നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ സുരക്ഷിതരാണെന്നും നമ്മുടെ ജീവിതയാത്രയിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുമെന്നുള്ള വലിയ പ്രത്യാശ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ സുരക്ഷിതമായി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടെ നിന്ന് ആശ്രയിച്ച് ജീവിക്കാനായിട്ട് കഴിയും. അതിന് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമുക്ക് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധാത്മാവിൽ നിറയാൻ, ആ അഭിഷേകത്താൽ ജ്വലിക്കാൻ, ആ പരിശുദ്ധാത്മാവ് ശക്തിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും നന്നായി നിർവഹിക്കാനായിട്ട് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.